ഹലോ ഗായ്സ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ബോഡി സ്ക്രബ് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ പ്രിയങ്ക ചോപ്രയെ വൈറലാക്കിയ ബോഡി സ്ക്രബാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിൽ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കടലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടലപ്പൊടിയിലേക്ക് എന്ത് ചേർക്കുന്നുണ്ട്? തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എത്രയാണോ കടലപ്പൊടി എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ തൈര് ചേർക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നല്ല തൈരായിരിക്കണം, അധികം പുളിപ്പൊന്നും ഇല്ലാത്ത തൈരായിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, തൈര് എടുക്കാൻ ശ്രമിക്കുക. ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിന് എന്ത് ചെയ്ത് കൊടുക്കുക, തൈരും കൂടി ചേർത്ത് കൊടുക്കാവേ. അപ്പം ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ തൈര്. അപ്പം നിങ്ങൾക്ക് ആവശ്യമായ തൈര് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എന്തായിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ചെറുനാരങ്ങ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി ആട്ടോ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറുനാരങ്ങ നന്നായിട്ട് എന്ത് ചെയ്യിക്കുന്നത്, മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ചേർക്കാൻ പോകുന്നത് സാൻഡിൽ പൗഡർ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പം ആവശ്യത്തിന് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ. ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് പാലാട്ടോ. അപ്പം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കുക. കൂടി നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നല്ല ക്രീമി പരുവത്തിലേക്കുണ്ട് കേട്ടോ. ഒരു ഇൻഗ്രീഡിയൻസും കൂടിയുണ്ട്. അപ്പം ആ ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് മഞ്ഞപ്പൊടി കേട്ടോ. നിങ്ങൾ ആവശ്യത്തിന് മാത്രം ഇട്ടോ. ഭയങ്കര മഞ്ഞ കളറ് ആയാൽ പോകാൻ കുറച്ച് പണിയായിരിക്കും. എത്ര വേണം നോക്കിയിട്ട് നിങ്ങൾ ഓരോ ഇൻഗ്രീഡിയൻസും എടുക്കുക കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് എന്ത് ചെയ്ത് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം. നമ്മുടെ ബോഡി സ്ക്രബ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ തിക്ക് കൺസിസ്റ്റൻസിയിലാണ് വരിക. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് കയ്യിലാട്ടോ. അപ്പോൾ കയ്യിലും രണ്ട് കാലിലും ഞാൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇടുന്നതിൻ്റെ മുന്നേ ഉള്ള കാലിൻ്റെ അവസ്ഥയാണിത്. ഞാൻ ഇട്ട് കഴിഞ്ഞതിന് ഞാൻ എനിക്ക് കാണിച്ചു തരാം. എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയാട്ടോ. ഞാൻ ഫസ്റ്റ് കാലിനാണോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. അപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരും. അപ്പം കാലിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയാം. ഓക്കെ, അപ്പം നമുക്കിത് കാലിന് നന്നായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം കാലിന് നന്നായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ട് കാലിനും നന്നായിട്ട് ചെയ്യണം. അപ്പോൾ കാലിനും കൈക്കൊക്കെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് നന്നായി ഉപകരിക്കും കേട്ടോ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് റെഡിയാണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അവർ ജസ്റ്റ് കൈമേൽ മാത്രം ഇട്ടിട്ട് കാണിക്കുന്നുള്ളൂ. അപ്പം ഞാൻ കാലുമ്മലും കൈമേലും ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് തിരിയും. അപ്പോൾ രണ്ട് കാലിനും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ആറട്ടെ. ആറിയതിന് ശേഷം നല്ലോണം കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ കൈമേൽ അപ്ലൈ ചെയ്യുന്നതും കൂടിയും കാണിച്ചു തരാം. അടുത്തതായി കൈക്ക് എന്ത് ചെയ്യാൻ പോവാ, ഇടാൻ പോവാ കേട്ടോ. അപ്പം നമുക്ക് തിരിയും കൈക്ക് എന്തുണ്ടോ, പിഗ്മെൻറ്റേഷനൊക്കെ പോകുന്നുണ്ടോ എന്നൊക്കെ കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ട് കൈയും ചെയ്യണം, അല്ലെങ്കിൽ ഒരു കൈ വെളുത്തിട്ടും ഒരു കൈ ഡാർക്കും ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ നോക്കൂ
നന്നായിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം ഗൈസ്. അപ്പം ഞാൻ ഒരു കൈ ഇതാ ഇവിടുത്തെ വരെ ചെയ്തേക്ക്, ബാക്കി ഫുള്ള്. അപ്പോൾ ഞാൻ കൈ ഫുള്ള് എന്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കൈയും കൂടി ചെയ്യാം. അടുത്തത് ഈ കൈ, 2 കൈ എന്ത് ചെയ്യാം ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരു കൈ എന്ത് ചെയ്യും, ഡാർക്കായിരിക്കും, ഒരു കൈ വെളുത്തിരിക്കും. രണ്ട് ഭാഗത്ത് നന്നായിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തു. അപ്പോൾ 2 കൈയിൽ ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 കൈയിലും 2 കാലിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ആറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കൈ നന്നായിട്ട് എന്തായിരിക്കുന്നുണ്ട്, ആറിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നില്ലേ? ഇനി നമുക്കിത് എന്ത് ചെയ്ത് നോക്കാം, തുടച്ച് നോക്കാം കേട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് എന്ത് ചെയ്യുക, തുടക്കുക. അല്ലെങ്കിൽ കഴുകിയാലും മതി. നിങ്ങൾ റിസൾട്ട് കാണുന്നുണ്ടോ ഗൈസ് നിങ്ങൾ? നൈസ് റിസൾട്ട് ഉണ്ടോ ഗൈസ്? റിസൾട്ട് ഉണ്ട് ഗൈസ്. നല്ലോണം വെളുത്തിക്ക് ഗൈസ്. ഗൈസ് നല്ല വെളുപ്പുണ്ടേ. ഗൈസ് നല്ല വെളുപ്പുണ്ട് ഗൈസ്. എൻ്റെ കൈ ടാനൊക്കെ മാറി ഗൈസ്. അപ്പം നന്നായിട്ട് ടാനൊക്കെ മാറി കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തണം. ഓക്കെ, അപ്പോൾ 2 കൈ ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം ഫുള്ളായിട്ട്. എന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട്. ഇപ്പോൾ ഞാൻ കൈ നന്നായിട്ട് എന്ത് ചെയ്യും, കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൈമിൽ ടാനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യും, റിമൂവ് ആയത് നന്നായിട്ട് ഉപകരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. എൻ്റെ കൈ നോക്കൂ, കണ്ടോ? എൻ്റെ കാല് നന്നായിട്ട് എന്തായിട്ടുണ്ട്, ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ട് കഴുകാം. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് എന്ത് ചെയ്യുന്നു, കാല് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് തിരിയും. കാലിന് ഭയങ്കര കറുപ്പാണ് കേട്ടോ. ടാനൊക്കെ അടിച്ചിട്ട് ഞാൻ ഷൂ അത് ഉപയോഗിക്കാത്തതുകൊണ്ട് സാധാ ചപ്പലാണ് ഉപയോഗിക്കൽ. അപ്പം നന്നായിട്ട് കഴുകി കൊടുക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, നന്നായിട്ട് എന്തായിട്ടുണ്ട്, ടാനൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത കാലം ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് എന്ത് ചെയ്യുക, കുറച്ച് വെള്ളമാക്കുക, ഇത് നന്നായിട്ട് കഴുകുക. അപ്പോൾ എൻ്റെ കാല് നന്നായിട്ട് എന്തായി, ടാനൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മസ്റ്റ് ട്രൈ ഒരു സാധനം തന്നെയാണ്. കണ്ടോ, എൻ്റെ കാലിൻ്റെ ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ കാല് നന്നായിട്ട് എന്തായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നന്നായിട്ടുണ്ട് ടാനൊക്കെ റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇത് യൂസ് ചെയ്താൽ നന്നായിട്ട് എന്ത് ചെയ്യും, നല്ലോണം ടാന് റിമൂവ് ആവും കേട്ടോ. അപ്പം നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ലോണം ടാനൊക്കെ നന്നായിട്ട് എന്താ റിമൂവ് ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എൻ്റെ കൈയൊക്കെ കണ്ടാൽ എത്രത്തോളം ക്യാമറയിൽ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.